ഓപ്പറേഷൻ സൈഹണ്ടിന്റെ ഭാഗമായി കൊച്ചിയിൽ പിടിയിലായത് വിദ്യാർത്ഥികളടങ്ങുന്ന തട്ടിപ്പ് സംഘം. അക്കൌണ്ടിൽ നിന്ന് പണം പിൻവലിക്കുന്നതിനിടെ 3 പേരാണ് പിടിയിലായത്. ഏലൂർ സ്വദേശി അഭിഷേക് വിജു, വെങ്ങോല സ്വദേശി ഹാഫിസ്, എടത്തല സ്വദേശി അൽത്താഫ് എന്നിവരാണ് പിടിയിലായത്. ഇവരുടെ അക്കൌണ്ടുകളിൽ നിന്ന് ഇന്നലെ മാത്രം 6 ലക്ഷത്തിലേറെ രൂപ പിൻവലിച്ചുവെന്നും കണ്ടെത്തി. കൂടുതൽ വിദ്യാർത്ഥികളുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. 6 കേസുകൾ എടുത്തിട്ടുണ്ട്. 8 പേരെ അറസ്റ്റ് ചെയ്തു. ഇതിനകത്ത് നമ്മൾ 3 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ആ കേസിൽ ശരിക്കൊരു അഭിഷേക് അയാൾ പഠിക്കുന്ന ഒരു പയ്യനാണ്. അയാളുടെ അക്കൗണ്ട് കൂടെയാണ് ഈ ഒത്തിരി സൈബർ തട്ടിപ്പുകൾ കൂടെ പൈസ വരുന്നതും അത് മറ്റ് കുറച്ച് അക്കൗണ്ടുകളിലേക്ക് ഇവർ റീഡിപ്പോസിറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടത്തുന്നത്. അഭിഷേകിനെ പിടിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് ഒരു ഹാഫീസ് എന്നയാളാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവരും ഒരു സ്റ്റുഡൻറ്റ് തന്നെയാണ്. ഈ ഹാഫീസ് എന്നയാൾ കുറേ സ്റ്റുഡൻറ്റുകളിൽ നിന്ന് ഇതുപോലെ അക്കൗണ്ടുകൾ ആവശ്യപ്പെട്ടിട്ട് ആ അക്കൗണ്ടുകൾ സ്റ്റുഡൻറ്റുകളുടെ പേരിലുള്ള അക്കൗണ്ടുകൾ എടുത്തിട്ടുണ്ട്. ലിഡിയ ജേക്കബ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ലിഡിയ, ഈ തട്ടിപ്പ് സംഘത്തിൽ ഉൾപ്പെടുന്നവർ, അതിലകപ്പെട്ടു പോകുന്നവർ ഏറെയും വിദ്യാർത്ഥികളാണോ? ദിവ്യ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ ഈ ഓപ്പറേഷൻ സൈലന്റ് എന്ന പേരിൽ സൈബർ തട്ടിപ്പ് തടയാനായി പരിശോധനയും അതുപോലെ തന്നെ അറസ്റ്റും കാര്യങ്ങളും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പരിശോധനയുടെ ഭാഗമായാണ് കൊച്ചി കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് ടൗൺ കേന്ദ്രീകരിച്ച് വലിയ പരിശോധന നടത്തുകയും അതിൽ വിദ്യാർത്ഥികൾ അടങ്ങുന്ന സംഘം അറസ്റ്റിലാവുകയും ചെയ്തിട്ടുള്ളത്. അതായത് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ള, അതായത് ഓൺലൈൻ തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ള പണം വരുന്നത് വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകളിലേക്കാണ്. ഈ ഗെയിമുകൾ ഒക്കെ വഴി ഗെയിമുകൾ കളിച്ച് പണം ഉണ്ടാക്കാമെന്ന് വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിച്ച ശേഷം ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിക്കുകയും പിന്നീട് അതിലൊരു കമ്മീഷനായി കുറച്ച് പണം വിദ്യാർത്ഥികൾക്ക് നൽകുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അവലംബിച്ചു വരുന്നത്. അത്തരത്തിലുള്ള ഒരു തട്ടിപ്പിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ അടങ്ങുന്ന സംഘം പിടിയിലായിരിക്കുന്നത്. 3 പേരാണ് ഇന്ന് പിടിയിലായിട്ടുള്ളത്. ഏലൂർ സ്വദേശിയായിട്ടുള്ള അഭിഷേക് വിജു, വെങ്ങോല സ്വദേശി ഹാഫിസ്, എടത്തല സ്വദേശി അൽത്താഫ് എന്നിവരാണ് ഇന്ന് പിടിയിലായിട്ടുള്ളത്. അതിൽ അഭിഷേക്, ഹാഫിസ് എന്നുള്ളവർ കോളേജ് വിദ്യാർത്ഥികളാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് തട്ടിപ്പാണെന്ന് അറിഞ്ഞു തന്നെ വിദ്യാർത്ഥികൾ ഇതിന് കൂട്ടുനിൽക്കുകയാണോ, അതോ മറ്റെന്തെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിച്ച ഇവരെ ഇതിന് ഉപയോഗിക്കുകയാണോ സംഘം? അത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി പോലീസ് അന്വേഷിച്ചു വരികയാണ്. പ്രാഥമികമായി പോലീസിന് ലഭിക്കുന്ന വിവരമനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് ഇതൊരു തട്ടിപ്പാണ്, അല്ലെങ്കിൽ ഈ സൈബർ തട്ടിപ്പിലൂടെ വരുന്ന പണമാണ് ഇത്തരത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളത് സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് അറിവില്ല എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പക്ഷേ അതിനെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം ഇതിൽ അറിവുണ്ട് എന്നത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഇത് മാത്രമല്ല, കൂടുതൽ വിദ്യാർത്ഥികളെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ഈ പണം പിൻവലിക്കാനും അതുപോലെ പണം നിക്ഷേപിക്കാനുമായി ഒക്കെ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിൽ അക്കൗണ്ടുകൾ ആരൊക്കെയാണ് അത് നിയന്ത്രിക്കുന്നത് എന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ്. അത് പുറത്തുനിന്ന്, അതായത് കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ അത്തരത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ മാഫിയകൾ എന്തെങ്കിലും തരത്തിലുണ്ടോ എന്നത് കൂടിയാണ് പോലീസ് വിശദമായി അന്വേഷിക്കുന്നത്. എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ വലിയ അന്വേഷണം, പരിശോധനയും കാര്യങ്ങളും ഒക്കെ നടത്തുകയാണ്. കൊച്ചിയിലെ തന്നെ, ടൗണിലെ തന്നെ വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് അവരുടെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചൊക്കെ പരിശോധനയും കാര്യങ്ങളും ഒക്കെ നടത്തി വരികയാണ്. ഒപ്പം കേരളത്തിലുടനീളം ഈ സൈലന്റിന്റെ ഭാഗമായി വിവിധ ആളുകളെ കേന്ദ്രീകരിച്ച്, സംശയമുള്ള ആളുകളെ കേന്ദ്രീകരിച്ച് പരിശോധനയും ഒപ്പം വീക്ഷണങ്ങളും ഒക്കെ നടത്തി വരികയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ ഇന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞതും അത്തരത്തിലാണ്. മാത്രമല്ല, ഈ കോളേജ് ഓപ്പറേഷൻ സൈഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് കൂടുതൽ വിദ്യാർത്ഥികൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്.